നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളുമായി ഗൾഫ് ടുഡേ ആരംഭിക്കാം. ഞാൻ അമൃത പടിക്കൽ. നോക്കാം വാർത്തകൾ വിശദമായി. റമദാൻ അവസാന വെള്ളിയാഴ്ച നടന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ മക്കയിലേക്കും മദീനയിലേക്കും ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ. റമദാനിലെ അവസാന ദിനങ്ങൾ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ഇമാമുമാർ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ റമദാനിലെ അവസാന വെള്ളിയാഴ്ച മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിലെത്തിയത് ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ്. റമദാൻ അവസാന പത്തിന്റെയും വെള്ളിയാഴ്ചയുടെയും പുണ്യം നുകരാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര തീർത്ഥാടകരും വിദേശ തീർത്ഥാടകരും എത്തിയിരുന്നു. മേഖലയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞെങ്കിലും ആഭ്യന്തര തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു. മക്കയിലെ ഹറം പള്ളിയിൽ ഷെയ്ഖ് ഫൈസൽ ബിൻ ജമീൽ ഗസാവിയും മദീനയിലെ ഹറം പള്ളിയിൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ അലി അൽ ഹുദൈഫിയും ജുമാ നമസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകി. പുണ്യമാസത്തിന്റെ ശേഷിക്കുന്ന ദിനങ്ങൾ പരമാവധി ആരാധനകൾക്കായി വിനിയോഗിക്കണമെന്ന് ഇമാമുമാർ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. റമദാനിലെ ശേഷിക്കുന്ന ദിനങ്ങൾ പുണ്യപ്രവർത്തികൾ വർദ്ധിപ്പിക്കാനുള്ള വിശാലമായ മൈതാനമാണ്. ഇവിടെ വിശ്വാസികൾ പരസ്പരം മത്സരിച്ച് നന്മകൾ ചെയ്യണം. പ്രായശ്ചിത്തത്തിനും പാപമോചനത്തിനും ലഭിക്കുന്ന ഈ സുവർണാവസരം നഷ്ടപ്പെടുത്തുന്നത് ഒരാൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നഷ്ടമാണെന്നും ഷെയ്ഖ് ഫൈസൽ ബിൻ ജമീൽ ഗസാവി പറഞ്ഞു. സമാധാനവും കരുണയും നിറഞ്ഞ ഒരു ജീവിതത്തിനായി ദൈവഭക്തി കൈവിടാതെ മുന്നോട്ടു പോകണമെന്നും ഷെയ്ഖ് ഗസാവി തന്റെ പ്രസംഗത്തിൽ ഉണർത്തി. 24 ജിദ്ദ. ദുബായിൽ ഷെയറിംഗ് താമസത്തിന് പുതിയ നിയമം പ്രഖ്യാപിച്ച സർക്കാർ. മുനിസിപ്പാലിറ്റി ലൈസൻസ് ഉൾപ്പെടെ നിർബന്ധമാക്കി. വാടകക്കാരൻ മറ്റൊരാൾക്ക് മുറി വാടകയ്ക്ക് നൽകുന്നതിനും വിലക്കുണ്ട്. UAE-യിൽ താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം പ്രവാസികളും ആശ്രയിക്കുന്നത് ഷെയറിംഗ് റൂമുകളെയാണ്. താരതമ്യേന ചെറിയ തുകയ്ക്ക് താമസിക്കാമെന്നിരിക്കെ പുതിയ നിയമം പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് അധികം പേരും. ഫ്ളാറ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും താമസ സ്ഥലം പങ്കിടുന്നതിന് വ്യവസ്ഥാപിതമായ നിയമമുണ്ടാക്കുന്നതും ലക്ഷ്യമിട്ടാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം പുതിയ നിയമം പ്രഖ്യാപിച്ചത്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക ലൈസൻസോ അനുമതിയോ ഇല്ലാതെ ഒരു കെട്ടിടവും താമസത്തിനായി ഷെയർ ചെയ്യാൻ പാടില്ല. ഫ്ളാറ്റ് ഉടമയുടെ മുൻകൂർ അനുമതിയില്ലാതെ വാടകക്കാരൻ റൂം മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കരുത്. ഓരോ വർഷവും ലൈസൻസ് പുതുക്കണം. 2 വർഷത്തേക്ക് കെട്ടിട പെർമിറ്റ് എടുക്കാം. ഉടമയ്ക്കോ ലൈസൻസ് ഉള്ള സ്ഥാപനത്തിനോ മാത്രമേ മുറി വാടകയ്ക്ക് നൽകാൻ അനുമതിയുള്ളൂ. ഒരു മുറിയിൽ താമസിപ്പിക്കാവുന്ന ആളുകളുടെ എണ്ണത്തിലും നിയന്ത്രണമുണ്ട്. 1 വർഷത്തേക്ക് നിലവിലുള്ള താമസക്കാർക്ക് ഇളവ് ലഭിക്കും. അതിനുശേഷം 500 മുതൽ 5 ലക്ഷം വരെ ദിർഹം പിഴ ഈടാക്കാനാണ് തീരുമാനം. 24 ദുബായ്. അടുത്തയാഴ്ച ഇറാനെ ശക്തമായി ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈന്യം തീവ്രമായ ആക്രമണം നടത്തും. അടുത്തയാഴ്ച നടത്തുന്ന ആക്രമണം ഇറാനെ കഠിനമായി ബാധിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഫോക്സ് ന്യൂസ് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഇറാനിയൻ സർക്കാർ വീഴുമെന്നും പക്ഷേ ഉടൻ സംഭവിക്കില്ലെന്നും ട്രംപ്. ഇറാനിയൻ ജനത തങ്ങളുടെ സർക്കാരിനെ മാറ്റിസ്ഥാപിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനിലെ നേതാക്കൾ ജനങ്ങൾക്കൊപ്പമാണെന്നും അമേരിക്കൻ നേതാക്കൾ എപ്സ്റ്റീന്റെ ദ്വീപിലാണെന്നും പരിഹസിച്ച് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി അലി ലാരിജാനി. ഇറാനിയൻ നേതാക്കൾ എലികളെ പോലെ ഒളിച്ചിരിക്കുന്നുവെന്ന പെന്റഗൺ മേധാവി പീറ്റ് ഹെക്സത്തിന്റെ വാദത്തെ അലി ലാരിജാനി തള്ളി. ഖുദ്സ് ദിനാഘോഷത്തിനിടെ പ്രസിഡന്റ് പെസഷ്കിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയെന്നും ലാരിജാനി ചൂണ്ടിക്കാട്ടി. ഇറാഖിൽ തകർന്നു വീണ US വിമാനത്തിലെ 6 സൈനികരും മരിച്ചു. US സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പടിഞ്ഞാറൻ ഇറാഖിലാണ് അമേരിക്കൻ വ്യോമസേനയുടെ KC-135 എന്ന ഇന്ധനം നിറയ്ക്കുന്ന വിമാനം തകർന്നു വീണത്. ഇസ്രായേലിനെതിരെ സംയുക്താക്രമണവുമായി ഇറാനും ഹിസ്ബുള്ളയും. ഇസ്രായേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചെന്ന് IRGC അറിയിച്ചു. ഖൈബാർ ഷെക്കൻ മിസൈലുകൾ ഉപയോഗിച്ചുവെന്ന് ഇറാൻ വ്യക്തമാക്കി. ഫലസ്തീന് പിന്തുണ നൽകുന്ന ഖുദ്സ് ദിനത്തിന്റെ ഭാഗമായായിരുന്നു ഓപ്പറേഷൻ എന്നും IRGC. ഇസ്രായേൽ ആക്രമണത്തിൽ ലബനോണിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 773 ഉയർന്നു. ലബനോൺ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മാർച്ച് 2 മുതൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ 1933 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 103 പേർ കുട്ടികളാണ്. ഇന്ധന സർചാർജ് ഏർപ്പെടുത്തി ഇൻഡിഗോ വിമാന കമ്പനിയും. ഇനി മുതൽ ഇൻഡിഗോ വിമാന ടിക്കറ്റ് നിരക്ക് ഉയരും. നാളെ അർദ്ധരാത്രി മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വരും. നേരത്തെ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും വിമാന ഇന്ധനത്തിന് സർചാർജ് ഏർപ്പെടുത്തിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിമാന കമ്പനികൾ ഇന്ധന സർചാർജ് ഈടാക്കുന്നത്.
നിലവിലെ യാത്രാ തടസ്സങ്ങൾ കാരണം തിരിച്ചുപോകാൻ കഴിയാതെ ഖത്തറിൽ തുടരുന്ന സന്ദർശക വിസക്കാരുടെ ഹോട്ടൽ താമസ സൗകര്യം നാളെ വരെ നീട്ടി. അതിഥികൾക്ക് അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മടങ്ങുന്നതിന് ആവശ്യമായ യാത്രാ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് ഈ തീരുമാനം ഉപകരിക്കുമെന്ന് ഖത്തർ ടൂറിസം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. സന്ദർശകർ നാളേക്കുള്ളിൽ യാത്രാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണമെന്നും ഖത്തർ ടൂറിസം നിർദ്ദേശിച്ചു. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കുവൈത്തിലേക്ക് പ്രത്യേക വിമാനങ്ങളിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിച്ച് ലുലു ഗ്രൂപ്പ്. ഡൽഹി, കൊച്ചി വിമാനത്താവളങ്ങളിൽ നിന്ന് ലുലു ഗ്രൂപ്പ് പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനങ്ങൾ വഴിയാണ് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചത്. പഴങ്ങളും പച്ചക്കറികളും ശീതീകരിച്ച മാംസ ഉൽപ്പന്നങ്ങളും അടങ്ങുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് പ്രത്യേക സാഹചര്യത്തിൽ കുവൈത്തിലേക്ക് കയറ്റുമതി ചെയ്തത്. ആദ്യഘട്ടത്തിൽ 32 ടൺ ഭക്ഷ്യവസ്തുക്കളാണ് ലുലു ഗ്രൂപ്പിന്റെ ഡിവിഷനായ ഫെയർ എക്സ്പോർട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ കുവൈത്തിലെത്തിച്ചത്. ബംഗളൂരുവിൽ നിന്ന് മംഗലാപുരം വഴി കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന എക്സ്പ്രസ് ട്രെയിൻ ഞായറാഴ്ച മുതൽ കോഴിക്കോട്ടേക്ക് നീട്ടി. ജനറൽ മാനേജറുമായി MK രാഘവൻ MP നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനത്തിന് പച്ചക്കൊടി ലഭിച്ചത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ CPIM-ന് യു-ടേൺ. ആചാരത്തിലും പരിഷ്കാരത്തിലും അറിവുള്ളവരുമായി സംസാരിച്ച് നിലപാട് സ്വീകരിക്കുമെന്ന സമീപനമാകും സർക്കാർ സുപ്രീംകോടതിയെ അറിയിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിലാണ് സർക്കാർ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന സമീപനം തിരുത്തുന്നത്. യുവതീ പ്രവേശന വിധി അനുകൂലിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റുപോയ അനുഭവത്തിൽ നിന്നാണ് CPIM നിലപാട് മാറ്റുന്നത്. ഹിന്ദുമത വിശ്വാസത്തിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അഴിമതിരഹിതരായ സാമൂഹ്യ പരിഷ്കർത്താക്കളും അടങ്ങുന്ന കമ്മീഷൻ നിയോഗിച്ച് അവരുടെ അഭിപ്രായം കേട്ട് തീരുമാനമെടുക്കണമെന്ന് നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. അതേ നിലപാട് തന്നെയായിരിക്കും നാളെ സുപ്രീം കോടതിയെ അറിയിക്കുക. ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഫിഡവിറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത കാര്യം അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടി ചർച്ച ചെയ്യുമ്പോൾ പരിഗണിക്കുക. അത്രയേ ഉള്ളൂ. യുവതീ പ്രവേശനത്തെ തീർത്തും എതിർക്കുന്ന നിലപാട് ഇടത് സർക്കാരിന് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത്. യുവതീ പ്രവേശനം വേണോ വേണ്ടയോ എന്നല്ല സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നതെന്നാണ് പാർട്ടിയുടെ ന്യായീകരണം. 7 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ആ 7 ചോദ്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ പ്രവേശനം വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമില്ല. ജനഹിതം മനസ്സിലാക്കിയിട്ടാണ് സർക്കാർ യു-ടേൺ അടിച്ചതെന്നും സർക്കാരിന് ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുമെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിലാണ് ഇത് മാറ്റുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ അത് തിരിച്ചടിയാകുമെന്നും ഭയന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷെ തീരുമാനം നല്ലതാണ്, നേരത്തെ എടുക്കേണ്ടിയിരുന്ന തീരുമാനമാണ്. ഈ കുഴപ്പം മുഴുവനൊന്നും ഉണ്ടാവില്ലായിരുന്നു. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ തീരുമാനങ്ങൾ. ഇടുക്കി ജില്ലയിലെ പട്ടയഭൂമിയിൽ നിർമ്മാണ നിരോധനം നീക്കാൻ സർക്കാർ തീരുമാനം. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള ധനസഹായം 10 നിന്ന് 14 ലക്ഷമായി വർദ്ധിപ്പിച്ചു. നാളെ വൈകുന്നേരം 7 മണിക്ക് മന്ത്രിസഭാ യോഗം വീണ്ടും ചേരും. വിവിധ ആവശ്യങ്ങൾക്കായി ജില്ലയിൽ ഭൂമി വിനിയോഗിക്കുന്നതിനുള്ള കേരള ഭൂമി പതിവ് ചട്ടത്തിന് അനുമതി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പട്ടയഭൂമിയിൽ വീട് നിർമ്മിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും പുറമെ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനുള്ള അനുമതി നൽകുന്നതിനാണ് തീരുമാനമായത്. ഇതോടെ പതിച്ചുകൊടുത്ത ഭൂമിയിൽ വീട് മാത്രമല്ല മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പട്ടയുടമകൾക്ക് സാധിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള ധനസഹായ തുകയും വർദ്ധിപ്പിച്ചു. 14 ലക്ഷം രൂപയായാണ് സഹായത്തുക ഉയർത്തിയിരിക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കൊല്ലപ്പെടുന്ന ഒരാളുടെ കുടുംബത്തിന് നിലവിൽ ലഭിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. തിരുവോരത്ത് കഴിയുന്ന കുട്ടികളുടെ പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാനും KSRTC ജീവനക്കാർക്ക് 2 മാസത്തെ DA ഗഡു നൽകാനും തീരുമാനമായി. നാളെ വൈകിട്ട് 7 മണിക്ക് മന്ത്രിസഭാ യോഗം വീണ്ടും ചേരും. 24 തിരുവനന്തപുരം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ബിനുവിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഇന്നാണ് ചികിത്സയിലിരിക്കെ ബിനുവിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ജിബിൻ, എന്തൊക്കെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? വാഹന അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ബിനുവിന്റെ അവയവങ്ങളാണ് ഇപ്പോൾ ദാനം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് 10-ാം തീയതിയാണ് ബിനു വാഹന അപകടത്തിൽപ്പെടുന്നത്. തുടർന്ന് ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പിന്നീട് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. തുടർന്ന് കുടുംബാംഗങ്ങളാണ് ഈ അവയവദാനത്തിന് സമ്മതം നൽകുകയും ചെയ്തത്. ബിനുവിന്റെ ഹൃദയം, വൃക്കകൾ, കരൾ, കോർണിയ എന്നിവയാണ് ഇപ്പോൾ ദാനം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഹൃദയം റോഡ് മാർഗം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് ആംബുലൻസ് മാർഗമാണ് കൊണ്ടുപോകുന്ന ആംബുലൻസിന്റെ നമ്പർ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം നാളെ രാവിലെ 6:30 മണിയോടുകൂടി ബിനുവിന്റെ ആന്തരിക അവയവങ്ങൾ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയകൾ ആരംഭിക്കും. 6:30 ആരംഭിക്കുന്ന ശസ്ത്രക്രിയ 9 മണിയോടുകൂടി അവസാനിക്കുക. 9 മണിക്ക് തന്നെ ഈ അവയവങ്ങൾ കൊണ്ടുപോകുന്നതിന്
വേണ്ടി ആംബുലൻസ് സജ്ജമാവുകയും ചെയ്തിട്ടുണ്ട്. ശരി. KL 05AX6910 എന്ന നമ്പറിലുള്ള ആംബുലൻസ് ആണ് റോഡ് മാർഗം ഈ ഹൃദയം കോട്ടയത്തേക്ക് കൊണ്ടുപോവുക. ഈ വാഹനത്തിന് വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ കേരള പോലീസിന് നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. പൊതുജനങ്ങളും ഈ നമ്പറിൽ പറയുന്ന ആംബുലൻസിന് പോകാനുള്ള സൗകര്യങ്ങൾ കൊടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അമൃത. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ LPG ഉൽപാദനം 30% വർദ്ധിച്ചതായി പെട്രോളിയം മന്ത്രാലയം. LPG പ്രതിസന്ധി നേരിടുന്നവർ PNGയിലേക്ക് മാറണമെന്നും നിർദ്ദേശം. കരിഞ്ചന്തക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പെട്രോളിയം മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇന്ധന പ്രതിസന്ധിയിൽ പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പെട്രോൾ ഡീസൽ ഉത്പാദനത്തിൽ രാജ്യം സ്വയം പര്യാപ്തമെന്നും മുഴുവൻ ശുദ്ധീകരണശാലകളും 100% ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ആശങ്കയെ തുടർന്നുള്ള ബുക്കിംഗ്. പ്രകൃതിവാതകത്തിന്റെ വിതരണം തടസ്സമില്ലാതെ തുടരുന്നു. LPG പ്രതിസന്ധി നേരിടുന്നവർ പൈപ്പ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനിലേക്ക് മാറണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. नेचुरल गैस ऑर्डर 9 मार्च 2026 को जो इशू हुआ था कंट्रोल ऑर्डर, उसमें कई सेक्टर्स को प्रायोरिटाइज किया गया है और उसी ऑर्डर के क्रम में PNG डोमेस्टिक सप्लाई और CNG को बिना किसी कट के PNG सप्लाई इंश्योर की जा रही है और इस स्थिति में पैनिक की कोई आवश्यकता नहीं है. രാജ്യത്തെ LPGയുടെ ആഭ്യന്തര ഉൽപാദനം 30% വർദ്ധിച്ചു. 48,000 കിലോലിറ്റർ അധിക മണ്ണെണ്ണ വിതരണം ചെയ്തു. കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനുമെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഗൾഫ് ഓഫ് ഒമാനിൽ നിന്നും ജയപ്രകാശ് എന്ന ഓയിൽ ടാങ്കർ മുന്നോട്ട് നീങ്ങിയതായും മേഖലയിലെ ഇന്ത്യൻ നാവികരുടെയും കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. LPG പ്രതിസന്ധി ലഘൂകരിക്കാൻ മണ്ണെണ്ണ, ബയോമാസ്, കൽക്കരി എന്നീ ബദൽ മാർഗങ്ങൾ സജീവമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകി. ക്രൂഡ് ഓയിൽ വിതരണം നിർത്തുമെന്ന വാർത്തകൾ തെറ്റെന്ന് ഭാരത് പെട്രോളിയം അറിയിച്ചു. LPG പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് ഇന്നും തടസ്സപ്പെട്ടു. 24 ഡൽഹി. LPG പ്രതിസന്ധിയെ മറികടക്കാൻ പല മാർഗങ്ങൾ തേടുകയാണ് ജനം. അതിനിടയിൽ തിരുവനന്തപുരം ചാലയിൽ ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ച സംഭവവും ഉണ്ടായി. വടക്കൻ ജില്ലകളിലേക്ക് സിലിണ്ടർ എത്തിക്കുന്ന മലപ്പുറം ചേളാരി IUC പ്ലാന്റിൽ തുടർച്ചയായ 4ാം ദിവസവും വാണിജ്യ സിലിണ്ടറിൽ ഗ്യാസ് നിറക്കുന്നത് മുടങ്ങി. ആവശ്യക്കാർ കുറച്ച് കൂടി വരുന്നുണ്ട്. അതായത് ഇവിടെ ഗ്യാസിൻ്റെ ക്ഷാമം കൊണ്ട് അല്പം കൂടി വരുന്നുണ്ട്. ഹോട്ടലുകളൊക്കെ ചില ഗ്യാസ് ബന്ധായതുകൊണ്ട് വരുന്നുണ്ട്. ഒരു ടണ്ണിന് ഇപ്പോൾ ശരാശരി വരികയാണെങ്കിൽ ഒരു 4 ഉറുപ്പിൻ്റെ അടുത്തൊക്കെ വരും. ഗ്യാസ് സിലിണ്ടർ കിട്ടാതായപ്പോൾ വിറകിന് വില കുതിക്കുകയാണ്. ഇപ്പോൾ വിറകിനായുള്ള പരക്കം പാച്ചിൽ. ചിലയിടത്ത് ഹോട്ടലുകളിൽ സിലിണ്ടറിന് പകരം ദിവസങ്ങൾക്ക് മുമ്പേ വിറകടുപ്പ് കൂട്ടി. ഗ്യാസ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നേരത്തെ ഇരുന്ന സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. പുതിയ ഏജൻസി സംസാരിച്ചപ്പോഴത്തേക്കും അവർക്ക് ഗ്യാസ് കിട്ടാനൊരു മാർഗ്ഗമില്ലെന്നുള്ളതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കഴിഞ്ഞ 2 വർഷമായി വിറകടുപ്പാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കടുക് വറക്കാനും ചായയ്ക്കും ഒക്കെ വേണ്ടി മാത്രമേ ഗ്യാസ് ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ സിലിണ്ടർ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ചെറുകടകളിൽ കടുത്ത പ്രതിസന്ധി. കോഴിക്കോട് നഗരത്തിന് സമീപമുള്ള ദമ്പതികളുടെ പ്രതികരണം ഇത് വ്യക്തമാക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇന്നും കൂടി തുറക്കാനുള്ള ഗ്യാസേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ മുതൽക്ക് കട ലീവായിരിക്കും. 2-3 ദിവസമായി ഗ്യാസിന് നോക്കുന്നു. ഇതുവരെ ഗ്യാസ് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫാണ്. ഗ്യാസുകാരൻ്റെ ഫോൺ തന്നെ സ്വിച്ച് ഓഫാണ്. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നും കൂടി ഉണ്ടാവുള്ളൂ കട കഴിഞ്ഞ് പൂട്ടുക. തിരുവനന്തപുരത്തെ കോഫി ഹൗസിൽ മസാല ദോശ വരെ നിർത്തി. ഗ്യാസിന്റെ ഏറ്റവും വലിയ അഭാവമാണ് എല്ലാ കോഫി ഹൗസിലും. ഈ കോഫി ഹൗസ് എല്ലാ തമ്പാന്റെ കോഫി ഹൗസ് എല്ലാ കോഫി ഹൗസുകളിലും നമ്മളെല്ലാ മെനുവും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അടുപ്പത്ത് വേവുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പ്രതിസന്ധിയിൽ ആശങ്ക വേണ്ടെന്ന് ഉപഭോക്താക്കളോട് മന്ത്രി GR അനിൽ. ഗാർഹികേതര ഉപഭോക്താക്കൾക്കുള്ള അലോട്ട്മെന്റ് ഒരു മുൻഗണന നിശ്ചയിക്കാൻ, ആ മുൻഗണനയിൽ ഏറ്റവും പ്രയോറിറ്റി വരുന്നതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കാനും ആ നിലയിൽ വിതരണത്തിൽ ക്രമീകരിക്കാനുമാണ് ഇന്നലത്തെ യോഗം തീരുമാനിച്ചത്. ഇതിനിടെ തിരുവനന്തപുരം ചാലയിൽ ഹോട്ടലിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ മോഷണം പോയി. പാചകവാതകം കിട്ടാതായപ്പോൾ പകരം സംവിധാനമായി ഇൻഡക്ഷൻ കുക്കറും വാട്ടർ ഹീറ്ററും വാങ്ങുന്നവരേറെയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തൃശൂർ എരുമപ്പെട്ടിയിൽ വയോധികയെ കടിച്ചുകൊന്ന തെരുവുനായ്ക്ക് വിഷബാധ സ്ഥിരീകരിച്ചു. ഇന്നലെയാണ് 84-കാരിയായ കാർത്യായനി തെരുവുനായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവരുടെ മകനും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു.
ഇന്നലെയാണ് എരുമപ്പെട്ടി വെള്ളറക്കോട് തെരുവുനായ ആക്രമണത്തിൽ കിടപ്പുരോഗിയായ 84-കാരി കാർത്തിയായനി കൊല്ലപ്പെട്ടത്. മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ ദേവദാസ് പരുക്കേറ്റ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നായയെ പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്നാണ് പിടികൂടിയത്. രാവിലെയോടെ നായ ചത്തു. ഇന്ന് പുറത്തുവന്ന പരിശോധനാ ഫലത്തിൽ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നായ കടിച്ച മറ്റു നായ്ക്കൾക്കും ഇന്ന് വാക്സിൻ നൽകി. വെള്ളറക്കോട് കൊല്ലൻപടിയിലുള്ള ചെണ്ട നിർമ്മാണ യൂണിറ്റുകളിൽ എത്തുന്ന അസംസ്കൃത വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാൻ തെരുവുനായ്ക്കൾ എത്തുന്നുണ്ടെന്നാണ് പരാതി. സ്വാഭാവികമായും തെരുവുനായുടെ ശല്യം കേരളത്തിലൊരു പ്രശ്നം തന്നെയാണ്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തുകൾക്കും നിലവിലുള്ള നിയമമനുസരിച്ച് സർക്കാരിന് ചെയ്യാവുന്നത് ABC പദ്ധതി മാത്രമാണ്. കാർത്തിയായനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ചു. വൈകിട്ടോടെ സംസ്കാരവും നടന്നു. 24 തൃശൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിംഗ് ജ്വല്ലറിയായ റീഗൽ ജ്വല്ലേഴ്സിന്റെ പാലക്കാട്ടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ 10 മണിക്ക് റീഗൽ ജ്വല്ലേഴ്സ് ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യറാണ് ഉദ്ഘാടനം നിർവഹിക്കുക. റീഗൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂമിൽ ഏറ്റവും വൈവിധ്യമായ ആഭരണ ശേഖരണമാണ് പാലക്കാടിനായി ഒരുക്കിയിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻ, കേരള ട്രഡീഷണൽ ഓർണമെന്റ്സ്, ബോംബെ കൊൽക്കത്ത കളക്ഷൻസ്, ചെട്ടിനാട് നഗാസ്, ആന്റിക് ഉൾപ്പെടെയുള്ള ആഭരണങ്ങളുടെ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. വിവാഹ പർച്ചേസുകൾക്കായി പ്രത്യേക വിഭാഗങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഹലോ, പാലക്കാടിനൊരു മാറ്റം നല്ലതല്ലേ? അതെ, റീഗൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നമ്മുടെ പാലക്കാട് വരുന്നു. ഈ വരുന്ന മാർച്ച് 15 രാവിലെ 10 മണിക്ക് പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപം റീഗൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വരുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അവിടെ കാണാം. സീ യു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാവ് കെ സുധാകരൻ ഇടഞ്ഞു തന്നെ. സ്ഥാനാർത്ഥിത്വം ഉറപ്പു നൽകിയാൽ മാത്രം ഡൽഹിയിലേക്ക് പോകും എന്നാണ് കെ സുധാകരന്റെ നിലപാട്. വിഷയത്തിൽ ഹൈക്കമാൻഡ് നേതൃത്വം അനുനയ നീക്കം തുടരുകയാണ്. കെ സുധാകരനുമായി സംസാരിച്ചെന്നും ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് സുധാകരൻ പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ അതൃപ്തി അറിയിച്ച കെ സുധാകരൻ നാട്ടിലേക്ക് മടങ്ങിയതിനു പിന്നാലെ അനുനയ നീക്കവുമായി ഹൈക്കമാൻഡ് തന്നെ രംഗത്തെത്തി. സുധാകരനുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുമെന്നും തിങ്കളാഴ്ച ഡൽഹിയിൽ എത്തണമെന്നുമായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറപ്പു ലഭിക്കാതെ ഡൽഹിയിലേക്കില്ലെന്ന നിലപാടിലാണ് കെ സുധാകരൻ. സുധാകരനുമായി സംസാരിച്ചുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് തനിക്കറിയില്ലെന്നാണ് അദ്ദേഹം മറുപടി നൽകിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്കുള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സമയമുണ്ടല്ലോ, ഇലക്ഷൻ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കെ സുധാകരന് വേണ്ടി തൊടുപുഴ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. രാഹുൽ ഗാന്ധി നേരത്തെ സുധാകരനെ പ്രകീർത്തിച്ച വാചകങ്ങൾ ഉൾപ്പെടെയാണ് പോസ്റ്ററിലുള്ളത്. അതിനിടെ ഡൽഹിയിലെത്തിയ നേതാക്കൾ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. 24 ഡൽഹി. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മണ്ഡലത്തിൽ സജീവമാകാൻ മുൻമന്ത്രി ജി സുധാകരൻ. സഹോദരനും രക്തസാക്ഷിയുമായ ജി ഭുവനേശ്വറിന്റെ പേരിലുള്ള ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ താൻ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് ജി സുധാകരൻ പ്രതികരിച്ചു. സഹോദരനായ ജി ഭുവനേശ്വറിനെ കുറിച്ച് ആരും ഒന്നും പറയണ്ട എന്നും അത് തന്റെ കുടുംബത്തിന്റെ കാര്യമെന്നും ജി സുധാകരൻ. എനിക്ക് സൈബർ സേനയില്ല. ഞാൻ ആരെ കൊണ്ടും ആരെയും ഇന്ന് വരെ ചീത്ത വിളിപ്പിച്ചിട്ടില്ല. എനിക്ക് ആ പരിപാടിയേ ഇല്ല. സൈബർ സേനയുള്ളവർ അവരാക്ഷേപിക്കപ്പെടും. പിന്നെ രാഷ്ട്രീയത്തിൽ ഈ സൈബർ എന്നൊക്കെ പറയുന്ന ഈ ഇടങ്ങളിൽ ആക്ഷേപത്തിന് വിധേയരാവാത്ത ഉള്ളത്? ഭുവനേശ്വരൻ്റെ കാര്യമൊന്നും ആരും സംസാരിക്കണ്ട. അതിന് അർഹതയുള്ളത് എനിക്കാണ്, എൻ്റെ കുടുംബത്തിനാണ്. പിന്നെ അവൻ്റെ രക്തസാക്ഷിയായത് ഈ പാർട്ടിയാണ്. ആ പാർട്ടിയിലെ നല്ലവർക്കാണ്. കേട്ടില്ല, ബാക്കിയൊന്നും ഇവിടെ പരാമർശ വിധേയമല്ല. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ജനമനസ്സറിയാൻ 24 ഡിജിറ്റൽ സർവേ. തെരഞ്ഞെടുപ്പിൽ ആരു വീഴും ആരു വാഴും. ജനമനസ്സറിയാൻ 24 നടത്തുന്ന അഭിപ്രായ സർവേയിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പങ്കെടുക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുമ്പോൾ ജനമനസ്സറിയുകയാണ് 24 ഡിജിറ്റൽ സർവേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങളും വിവാദ വിഷയങ്ങളിൽ ജനങ്ങളുടെ നിലപാടുകളും രേഖപ്പെടുത്തുകയാണ് അഭിപ്രായ സർവേയിലൂടെ 24. കേരളത്തിൽ ഭരണത്തിലെത്തുക ഏത് മുന്നണി? ആരാകും അടുത്ത മുഖ്യമന്ത്രി? സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടോ?
ശബരിമല സ്വർണ്ണക്കൊള്ളയും ആരോഗ്യരംഗത്തെ വിവാദങ്ങളും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ജനങ്ങളുടെ നിലപാടറിയുകയാണ് സർവേയിലൂടെ. വോട്ടേഴ്സ് ആർക്കൊപ്പം നിൽക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂഡ് ട്രാക്കർ, 24-ന്റെ ഡിജിറ്റൽ സർവേ. സർവേയിൽ പങ്കെടുക്കാൻ QR കോഡ് സ്കാൻ ചെയ്യാം. മെഗാ ഡിജിറ്റൽ പോളിൽ പങ്കാളിയാകാം. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ്. വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനം MK സക്കീർ രാജിവെച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. പൊന്നാനിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ളൊരു സൂചന കൂടി ലഭ്യമാകുന്നുണ്ട്. ഏതായാലും അദ്ദേഹം രാജിവെച്ച ഈ ഒരു ഘട്ടത്തിൽ KS സംസയെ വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടു. യൂണിയന്റെ ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ച് 10 കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചിരുന്നു. പിന്നാലെ ക്വാറം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് കമ്മിറ്റി പിരിച്ചുവിട്ടത്. യൂണിയന്റെ ചുമതല തങ്കപ്പൻപിള്ള ചെയർമാനായുള്ള കമ്മിറ്റിക്ക് നൽകി. പുതിയ കമ്മിറ്റി ഇന്ന് വൈകിട്ട് ചുമതല ഏറ്റെടുത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.